ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ ഇട്ട വീഡിയോ ഞാൻ പിഗ്മെൻറ്റേഷനെ കുറിച്ചായിരുന്നു ഇട്ടത്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ്റെ പാക്ക് ഞാൻ പറഞ്ഞു, പിഗ്മെൻറ്റേഷൻ്റെ ക്രീം ഞാൻ പറഞ്ഞു, ഡെയിലും നൈറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമിനെ കുറിച്ചും അതുണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് ഒരു സംശയം ചോദിച്ചാൽ, വൈറ്റമിൻ സി സിറം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയുന്നു കണ്ടിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മേടിച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു പേടി. അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല കമ്പനി നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാൻ കമ്പനി എന്ന് പറയുന്നത് ഒരു നല്ല കമ്പനിയാണ് കേട്ടോ, നല്ലതാണത്. അതല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. ഇതേപോലെ നമുക്ക് പേടിക്കുകയും വേണ്ടല്ലോ. നിങ്ങൾക്കൊരു അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ. അത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഈ വൈറ്റമിൻ സി സിറം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുകയല്ല, പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടുകൂടി റെഡിയാക്കണം കേട്ടോ. കാരണം നമ്മൾ നനഞ്ഞ പാത്രങ്ങളോ അതുപോലെ തന്നെ വെള്ളം അതിൽ ആഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറം അങ്ങനെ അധികം നാൾ ഇരിക്കത്തില്ല. കാരണം നമ്മൾ വീട്ടിൽ പുറത്ത് വെച്ച് തന്നെ, നമുക്ക് വീടിനകത്ത് വെച്ച് തന്നെ, അതായത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ റൂമിൽ തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിറം. ഇത് നമുക്ക് ഉപയോഗിക്കുന്ന കൊണ്ട് സ്റ്റിക്കി ഒന്നും അല്ല കേട്ടോ, വളരെ സ്മൂത്തായിട്ടും നല്ല, നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ അത് സ്കിന്ന് നന്നായിട്ട് അബ്സോർവ് ചെയ്തോളും, പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് വലിയ ഓറഞ്ച് കേട്ടോ, അത്യാവശ്യം നല്ല വലിയ ഓറഞ്ച് ആയിരിക്കണം എടുക്കുന്നത്. അതായത് നമ്മളെ എപ്പോഴും ഈ ചെറിയ ഓറഞ്ചും ഇങ്ങനെ ഇതായിട്ടുള്ളതല്ല, നല്ല മഞ്ഞ കളറിലുള്ള ഓറഞ്ച്. അത് നിങ്ങൾക്ക് ഈ മുസമ്പിയുടെ തൊലിയായാലും മതി കേട്ടോ, അതാണെങ്കിലും നല്ലതാണ്. മുസമ്പി നല്ല കളറല്ലേ, അതിൻ്റെ ആണെങ്കിലും നല്ല കളർ, നല്ല ഓറഞ്ച് കളറിൽ. ഈ മുസമ്പി എന്ന് പറയാം, മുസമ്പി തന്നെയാണോ അത്? ഇപ്പം നമുക്ക് കടകളിലൊക്കെ കിട്ടില്ലേ ഒരു ഓറഞ്ച്, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച്, ആ ഒരു ഓറഞ്ച് ആണെങ്കിലും നല്ലതാണ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ തൊലി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം നിങ്ങൾ ഓറഞ്ച് പൊളിച്ചെടുക്കണതിന് മുമ്പ്, അതിൻ്റെ സ്കിന്ന് എടുക്കണതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകുക. ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് അത് കഴുകിയതിന് ശേഷം അതിനെ വീണ്ടും വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം വീണ്ടും കഴുകിയെടുക്കണം. കാരണം ഓറഞ്ചൊക്കെ കേടാകാതിരിക്കാനോ അതേപോലെയുള്ള കാര്യങ്ങൾ, ഒത്തിരി കെമിക്കൽസൊക്കെ അടിച്ചിട്ടാണ് വരണത്. നമുക്കറിയാൻ പാടില്ല എന്താണ് അതിൽ അടിച്ചിരിക്കണതെന്ന് അറിയില്ല. അത് ഉപയോഗിച്ച് നമ്മുടെ മുഖത്തിന്, നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കേട്ടോ. നല്ലതുപോലെ ഇത് കഴുകി എടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്ന് ചെത്തിയെടുക്കുക. സ്കിന്ന് എടുത്തിട്ട് അത് നമ്മൾ വെയിലിൽ വെച്ച് ഉണക്കുക. ഒരു ദിവസം ഇല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം അത് നമ്മളത് ഉണക്കാതെ അതിൻ്റെ എന്നുവെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലിയിൽ ഒരു ദ്രാവകം ഉണ്ടല്ലോ, ആ ഒരു ഇത് നമുക്ക് ചിലർക്ക് ഇങ്ങനെ സ്കിന്നിൽ പൊള്ളും അത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഉണക്കിയെടുക്കണമെന്ന് പറഞ്ഞത്. ഉണക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതിനെ കുതിർക്കാൻ വയ്ക്കണം. അത് കുതിർക്കാൻ വയ്ക്കുന്നത് വേറൊന്നുമല്ല, എന്തിലായിരിക്കണം എന്നറിയാം, റോസ് വാട്ടറിൽ വയ്ക്കാൻ ശ്രമിക്കുക. റോസ് വാട്ടറിൽ വയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക്, അതും റോസ് വാട്ടർ കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ല റോസ് വാട്ടർ മേടിക്കണം കേട്ടോ. ഏത് കമ്പനിയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് വാട്ടർ വാങ്ങിച്ചോ. പക്ഷേ നമ്മൾ സാധാ റോസ് വാട്ടർ ഈ മേടിക്കരുത്. ചെറിയ കുപ്പിയിൽ ലേബലൊന്നും ഇല്ലാതൊക്കെ വരണില്ലേ, ആ റോസ് വാട്ടർ ഒന്നും മേടിക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് റോസ് വാട്ടർ വീട്ടിൽ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള റോസപ്പൂ വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ റോസ് വാട്ടർ ഇത് എത്രത്തോളം, ആ ഓറഞ്ചിൻ്റെ തൊലി എത്രത്തോളം അതിന് മുങ്ങിക്കിടക്കണോ അത്രയും റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് അത് സോക്ക് ചെയ്യാൻ വെക്കുക. സോക്ക് ചെയ്യാൻ വെക്കണം, ഒരു ദിവസമൊന്നും വെക്കണ്ട കേട്ടോ. ഒരു 2-3 മണിക്കൂർ അത് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അരിച്ചെടുക്കണം. അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. ആ ജ്യൂസിലേക്ക് ഒരു 1/2 സ്പൂണ് അലോവേറ ജെല്ലും, ഒരു 1/2 സ്പൂണ് പിന്നെ ഗ്ലിസറിൻ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിനാണെങ്കിൽ കുറച്ച് നാൾ നമ്മുടെ ഈ വൈറ്റമിൻ സി സിറം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമുക്ക് കുറച്ച് ഗുണം കൂടുതൽ അതിനാണ്. ഫേസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമുക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് നല്ലത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അത് നമ്മൾ ഒരു ചില്ല് കുപ്പിക്കകത്തേക്ക് അതൊഴിക്കുക. ചില്ല് കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഒരു അടപ്പിനിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. ഒരു 3-4 ഡ്രോപ്സ് നമ്മൾ കയ്യിലേക്ക് എടുക്കുക. അല്ലെങ്കിൽ ഫില്ലർ കൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് ടാപ്പ് ചെയ്ത് പിടിപ്പിക്കാവുള്ളൂ കേട്ടോ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യുകയൊന്നും ചെയ്യരുത്. ബാക്കിയുള്ള ഏത് കാര്യങ്ങളൊക്കെ നമുക്ക് മസാജ് ചെയ്യാം, ഒരിക്കലും സിറം നിങ്ങൾ മസാജ് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്ത് പിടിപ്പിക്കുകയും ചെയ്യാവുള്ളൂ. ഈ സിറം നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്നൊരു സംശയം വന്നല്ലേ. ഇത് നമുക്ക് രാവിലെ ഉപയോഗിക്കാം, വൈകിട്ട് ഉപയോഗിക്കാം. അതായത് രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഈർപ്പൊക്കെ തുടച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് ടാപ്പ് ചെയ്യുക. പിന്നെ ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ബാക്കി
ക്രീംസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂ. എന്താണോ നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇത് വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു 7 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഫേസിൽ. ആ വ്യത്യാസം മനസ്സിലായിട്ട് നിങ്ങൾക്ക് അത് ആപ്റ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾ പിന്നെ അത് കണ്ടിന്യൂസ് അങ്ങ് ഉപയോഗിക്കുക. ചിലരുടെ സ്കിന്നിന് ചിലപ്പോൾ വേറെ അലർജി ആയിട്ടൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ചിലരുടെ സ്കിന്നിന് ചിലപ്പോൾ മാറ്റങ്ങളൊന്നും വന്നില്ലായിരിക്കാം. പക്ഷെ മാറ്റം വരും. നിങ്ങൾ അത് റെഡിയാക്കുന്ന രീതി മാറുമ്പോഴോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തെങ്കിലും ആണെങ്കിലൊക്കെയാണ് മാറ്റം വരുള്ളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വീട്ടിൽ തയ്യാറാക്കി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സിറത്തിൻ്റെ കാര്യമായല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ക്രീം ഇട്ടു, പാക്കിൻ്റെ ഇട്ടു, പിന്നെ ഇപ്പം സിറം ഇട്ടു, പിന്നെ ഒരു ഡ്രിങ്കും ഇട്ടു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറിയിരിക്കും, ഉറപ്പാണത്. അത് നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് 21 ദിവസം ഉപയോഗിച്ചോ നല്ല വ്യത്യാസം ഉണ്ടാകും. സ്കിന്നൊന്ന് ഗ്ലോ ആകും, നല്ലൊരു വ്യത്യാസം സ്കിന്നിലുണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ചിലർ ചോദിക്കുന്നത് ഇത് ഏത് പ്രായക്കാർക്കൊക്കെ ഉപയോഗിക്കാം? ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് തീരെ കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നല്ല, നമ്മൾ എന്താണെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ മിക്കവരും ഉപയോഗിക്കുന്നത്. അങ്ങനെ തൊട്ട് ഏത് പ്രായക്കാർക്കും വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സമയമില്ല, ചിലർ പറയും ഞങ്ങളുടെ ജോലി തിരക്കുണ്ടാക്കി ഇതൊന്നും നടക്കത്തില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പറയും ഏതാണ് വൈറ്റമിൻ സി സിറം നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത് വൈറ്റമിൻ സി സിറം നല്ലത് ദമാൻ കമ്പനി എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ സിറം, അവരുടെ തന്നെ ഫേസ് വാഷും ഒക്കെ ഉണ്ട് കേട്ടോ, അതും നല്ലതാണ്. അതും നമുക്ക് ഉപയോഗിച്ച് ഫേസ് വാഷ് ഉപയോഗിച്ച് നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാവുന്നതേ. അവരുടെ നല്ല ഇതാണ്. പിന്നെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് അനുഭവത്തിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ വീട്ടിൽ നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അല്ലാതെ ഒരുപാട് കമ്പനിയുടെയൊക്കെ ഉണ്ട്, നല്ല നല്ല കമ്പനികൾ ഒത്തിരി ഉണ്ട് വൈറ്റമിൻ സി സിറം. പക്ഷേ എനിക്ക് എല്ലാം ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചതിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, മറ്റുള്ളതൊന്ന് എല്ലാം ചീത്തയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മൾ വൈറ്റമിൻ സിറം എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇനി ഒരു കാര്യം പറയാൻ കേട്ടോ, നമ്മുടെ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇന്ന് ബുധനാഴ്ച വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടെന്ന്. അപ്പോൾ കുറേ പേരൊക്കെ നമ്പർ തന്നു. ഞാൻ നമ്മുടെ ഇതിലൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് എല്ലാവരുടെയും പേര് ഞാൻ ഇതിനകത്ത് നമ്പർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരൊന്നും എനിക്ക് റിപ്ലൈ തന്നില്ല. വളരെ കുറച്ച് പേര് മാത്രമേ റിപ്ലൈ തന്നിട്ടുള്ളൂ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ 8 മണിക്ക് കയറാനായിട്ട്? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തുറന്ന് പറയണം. അടുത്തൊരു ബാച്ച് 9 മണിയുടേതും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 മണിയുടെ ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ ചെയ്യാൻ തീരുമാനിച്ച്, കണ്ടിന്യൂസ് എനിക്ക് 8 മണിയും 9 മണിയും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കണം ഒരാഴ്ച കഴിഞ്ഞിട്ട് 9 മണിയുടേത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, 8 മണിയുടെ ബാച്ചിലാണ് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഇനി ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ 8 മണിയുടെ ബാച്ചിലാണ് കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് 8 മണിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതിനകത്ത് നമ്മൾ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ കയറാൻ ശ്രമിക്കണം. 8 മണിക്കാണ് നമ്മൾ ലൈവായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ മതി, വീഡിയോ ഇട്ടാൽ മതി, ഞങ്ങൾ സമയം പോലെ പഠിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് ബുദ്ധിമുട്ടില്ല. ചില ആൾക്കാർക്കൊക്കെ 8 മണിക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. 1-2 പേര് പറഞ്ഞ് ജോലി കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും തന്നെ 8 മണിയൊക്കെ കഴിയും, അപ്പോൾ വന്ന ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സൗകര്യം പോലെ, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അതനുസരിച്ച്. എൻ്റെ ആഗ്രഹം നിങ്ങളെ ലൈവായിട്ട് പഠിപ്പിക്കണമെന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഇത്രയും പേര് നമ്പർ തന്നേക്കണതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. അതനുസരിച്ച് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. പക്ഷേ ഞാൻ പറയുന്നത് 9 മണിയുടെ ക്ലാസ് നമ്മൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനിത് ഒരാഴ്ചയിൽ തന്നെ നമുക്ക് ഒരു 3 ദിവസം 4 ദിവസം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും കേട്ടോ. കാരണം അല്ലെങ്കിൽ എനിക്ക് 8 മണിക്കും 9 മണിക്കും കണ്ടിന്യൂസ് ക്ലാസ് വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ചെടുക്കാം. 8 മണിയുടെ കാണാം, 9 മണിയുടെ, എല്ലാവരും 9 മണിക്ക് കയറാനോ അല്ല എല്ലാവരും 8 മണിക്ക് കയറാനാണെങ്കിലും തയ്യാറ്. എന്താണെങ്കിലും ഇന്ന് ബേസിക് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അല്ലെങ്കിൽ ഇന്ന് പറയണ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നമുക്ക് വൈകുന്നേരം ലൈവായിട്ട് കാണാം. ഓക്കെ, ബൈ.